ഭാരത് ലജ്ന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ്. മനാഫിന്റെ നീതിക്കായി കുടുംബത്തിന്റെ 3 പതിറ്റാണ്ട് നീണ്ട നിയമ പോരാട്ടത്തിന് വിജയം. ഒന്നാം പ്രതി ഷെഫീഖിനെതിരെയുള്ള കൊലപാതക കുറ്റം തെളിഞ്ഞു. കേരളത്തിന്റെ നീതിന്യായ ചരിത്രത്തിൽ സമാനതകളില്ലാത്തതാണ് മലപ്പുറം ജില്ലയിലെ എടവണ്ണ ഒതായി പള്ളിപ്പറമ്പൻ മനാഫിന്റെ കൊലയാളികളെ നിയമത്തിന് മുന്നിലെത്തിച്ച് ശിക്ഷ നേടിക്കൊടുക്കാൻ കുടുംബം നടത്തിയ 3 പതിറ്റാണ്ട് നീണ്ട നിയമ പോരാട്ടം. മുൻ MLA PV അൻവറിന്റെ സഹോദരി പുത്രൻ ഒന്നാം പ്രതി മാലങ്ങാടൻ ഷെഫീഖിനെതിരെ കൊലപാതക കുറ്റം തെളിഞ്ഞതോടെ കുടുംബത്തിന്റെ നിയമ പോരാട്ടമാണ് വിജയിച്ചത്. 1995 ഏപ്രിൽ 13-നാണ് PV അൻവറിന്റെ വീടിന് വിളിപ്പാടകലെ ഒതായി അങ്ങാടിയിൽ നടുറോഡിൽ മനാഫ് ദാരുണമായി കൊല്ലപ്പെടുന്നത്. പിതാവ് ആലിക്കുട്ടിയുടെ കൺമുന്നിലിട്ടാണ് മനാഫിനെ മർദ്ദിച്ചും കുത്തിയും കൊലപ്പെടുത്തിയത്. ഒതായിലെ മനാഫ് വധക്കേസിലെ ഒന്നാം പ്രതി ഷെരീഫ് കുറ്റക്കാരനാണെന്ന് കോടതി കണ്ടെത്തിയിട്ടുണ്ട്. ഷെഫീഖ് കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. 2, 3, 4 പ്രതികൾ കുറ്റക്കാരല്ലെന്ന് കണ്ട് അവരെ വിട്ടയച്ചിട്ടുണ്ട്. ശിക്ഷ കോടതി നാളെ പറയും. കേസ് നാളത്തേക്ക് വെച്ചിട്ടുണ്ട്. 30 വർഷം മുമ്പ് നടന്നൊരു സംഭവമാണ്. 30 വർഷം പ്രതികൾക്ക് ശിക്ഷ വാങ്ങിക്കൊടുക്കുന്നതിന് വേണ്ടി കുടുംബം നടത്തിയ ഒരു സമാനതകളില്ലാത്ത പോരാട്ടമാണ്. ആ പോരാട്ടത്തിൽ ഒരു പ്രതിക്ക് ശിക്ഷ കിട്ടി. ജീവപര്യന്തം തടവ് ശിക്ഷ കിട്ടാവുന്ന കുറ്റമാണ് കോടതി കണ്ടെത്തിയിട്ടുള്ളത്. കേസിൽ 2ാം പ്രതിയായിരുന്നു മുൻ MLA PV അൻവർ. ഒന്നാം സാക്ഷി കൂറുമാറിയതോടെയാണ് അൻവർ അടക്കമുള്ള 21 പേരെ 2009 സെപ്റ്റംബർ 24-ന് വിചാരണ കോടതിയായ മഞ്ചേരി അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതി വെറുതെ വിട്ടത്. മുൻ ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷൻ ശ്രീ ശ്രീധരൻ നായരായിരുന്നു അന്ന് മനാഫ് കേസിൽ സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ. കൂറുമാറിയ സാക്ഷിക്കെതിരെ കേസെടുപ്പിക്കാനോ മറ്റ് സാക്ഷികളെ വിസ്തരിച്ച് പ്രതികൾക്ക് ശിക്ഷ വാങ്ങിക്കൊടുക്കുവാനുള്ള ശ്രമമോ പ്രോസിക്യൂട്ടറുടെ ഭാഗത്തു നിന്നും ഉണ്ടായില്ല. പ്രോസിക്യൂഷനും പ്രതിഭാഗവും ഒത്തുകളിച്ചാണ് PV അൻവർ MLA അടക്കമുള്ള പ്രതികളെ വെറുതെ വിട്ടതെന്ന ഗുരുതരമായ ആരോപണമാണ് കുടുംബം ഉയർത്തിയത്. അൻവർ അടക്കമുള്ളവരെ വെറുതെ വിട്ട വിചാരണ കോടതി വിധി റദ്ദാക്കി ഇവർക്ക് ശിക്ഷ നൽകണമെന്നാവശ്യപ്പെട്ടുള്ള മനാഫിന്റെ സഹോദരൻ അബ്ദുൾ റസാഖിന്റെ റിവിഷൻ ഹർജിയും ഹൈക്കോടതിയുടെ പരിഗണനയിലാണ്. കേസിൽ സർക്കാരും പോലീസ് സംവിധാനവും എതിരായി നിന്നിട്ടും 30 വർഷമായി കുടുംബം നടത്തിയ നിയമ പോരാട്ടത്തിനൊടുവിൽ ഒന്നാം പ്രതിയെ കുറ്റക്കാരനെന്ന് കണ്ടെത്തിയത് നീതിയുടെ വിജയമാണെന്ന് മനാഫിന്റെ പിതൃ സഹോദരൻ പള്ളിപ്പറമ്പൻ അബൂബക്കർ പറഞ്ഞു. വെറുതെ വിട്ട 2ാം പ്രതിക്കെതിരെ റിവിഷൻ സമർപ്പിക്കുമെന്നും 2009-ൽ വെറുതെ വിട്ട PV അൻവർ അടക്കമുള്ളവർക്കെതിരെ ഹൈക്കോടതിയിലെ റിവിഷൻ ഹർജിയിലെ നിയമ പോരാട്ടം തുടരുമെന്നും അവർ വ്യക്തമാക്കി. മെമ്പർമാരുടെ നിക്ഷേപങ്ങൾക്ക് ഉയർന്ന ലാഭവിഹിതം നൽകുന്ന കേന്ദ്ര സർക്കാർ സഹകരണ സ്ഥാപനം ഭാരത് ലജ്ന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ്, പരപ്പൂർ റോഡ്, കോട്ടക്കൽ. ഫോൺ 9946999976.